അവൻ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്നു എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, എന്റെ ഈ ധൈര്യം ഭയമില്ലായ്മയല്ല, ഭയത്തിന് മേലുള്ള വിജയമാണ്. അതാണ് എന്റെ ആത്മവിശ്വാസം. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയ മാതാപിതാക്കളെ, കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ പോലും സ്വയം അടിയെന്ന് പറയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതാണ് ആത്മശക്തി, അതാണ് ആത്മവിശ്വാസം. ഒരിക്കൽ ഭൂമിയിൽ നിന്ന് ഒരു വെള്ളി പൊട്ടുപോലെ കണ്ടിരുന്ന ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്ങിനും എഡ്വിൻ ആൽഡ്രിനും കാലുകുത്താൻ സാധിച്ചെങ്കിൽ, കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ട എറിക് വെയ്മർക്ക് എവറസ്റ്റിന്റെ നെറുകയിൽ കൊടിപാറിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഭീകരരുടെ വെടിയുണ്ടകളേറ്റ് മരണത്തെ മുഖത്തോട് മുമ്പ് കണ്ടിട്ടും അതിനെ എല്ലാം അതിജീവിച്ച കോടിക്കണക്കിന് യുവജനങ്ങൾക്ക് ആത്മവിശ്വാസമാകാൻ മലാല യൂസഫ്സായിക്ക് കഴിഞ്ഞെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അസാധ്യം എന്ന് കരുതുന്നതിനെ സാധ്യമാക്കുവാനും സാധിക്കും. സമസ്ത മേഖലകളിലും നൂതന ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടും സാംസ്കാരിക ഉന്നതി കൊണ്ടും നവോത്ഥാന കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുന്ന നമ്മുടെ ഈ ലോകത്ത് ആത്മവിശ്വാസമുള്ള യുവജനതയുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നു. 2011 അറബ് വസന്തത്തിനും മുല്ലപ്പൂ വിപ്ലവത്തിനും ചുക്കാൻ പിടിച്ചത് യുവജനതകൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ 2018 കേരളത്തിൽ ഉണ്ടായ മഹാപ്രളയത്തിൽ രക്ഷാദൗത്യത്തിനും അവശ്യ സാധനങ്ങളുടെ വിതരണത്തിനും മുന്നിട്ടിറങ്ങിയത് യുവജനങ്ങൾ തന്നെയായിരുന്നു. ഇതെല്ലാം നമ്മെ കാണിച്ചു തരുന്നത് ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങുന്ന യുവജനതയ്ക്ക് അവരുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ്. ചിലപ്പോൾ തോറ്റുപോയേക്കാം, പലപ്പോഴും പിന്തിരിപ്പിക്കാനും ഭയപ്പെടുത്താനും ചുറ്റുമുള്ളവർ ശ്രമിച്ചേക്കാം. എന്നാൽ പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായി നിന്നാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹെൻറി ഫോർഡിന്റെ വാക്കുകൾ കടമെടുക്കട്ടെ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചാലും സാധിക്കില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ്. കാരണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ ആയിത്തീരുന്നത്. വികാരങ്ങളെ നിയന്ത്രിക്കാനും ചുറ്റുമുള്ളവയെ കൺതുറന്ന് കാണാനും, വേണ്ട എന്ന് പറയേണ്ടടുത്ത് വേണ്ട എന്ന് പറയാനും, വേണം എന്നിടത്ത് ധൈര്യത്തോട് തന്നെ വേണമെന്ന് പറയാനും, വ്യക്തവും കൃത്യവുമായ ലക്ഷ്യബോധത്തോടെ മുന്നേറാനും, തളർത്തുന്ന സാഹചര്യങ്ങളെ പുഞ്ചിരിയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാനും നിങ്ങൾ തയ്യാറാണോ? മതി, ഉള്ളിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദം മതി ആളിക്കത്താൻ. തളർത്തുവാൻ 100 പേരുണ്ട് ചുറ്റിലും, തളരുവാൻ മനസ്സിനിക്കൊട്ടുമില്ല. പതറിടാൻ വഴികളേറെയുണ്ടെങ്കിലും പതറുവാൻ